കേരളം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയാവുകയാണിപ്പോൾ PV അൻവർ നടത്തിയ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപാട് പേർ തള്ളിക്കളഞ്ഞ ഈ വിലയിരുത്തലുകൾ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിനോട് ചേർന്ന് നിൽക്കുന്നതായി തന്നെ തോന്നുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് പരാജയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല എന്നും ജയിച്ചാൽ അത് തോറ്റതിന് തുല്യമായ വിജയമായിരിക്കുമെന്നതായിരുന്നു അൻവറിന്റെ ആ ഒരു മുന്നറിയിപ്പ്. ഇപ്പോൾ ആ വാക്കുകൾക്ക് കൂടുതൽ ഒരു ആക്കം കൂടുകയാണ്. ആദ്യ 6 റൗണ്ടിൽ UDF സ്ഥാനാർത്ഥിയായ VP അബ്ദുൾ റഷീദ് മുന്നിട്ട് നിന്ന ധർമ്മിടത്ത് 7ാം റൗണ്ടിൽ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് നേരിയ ഒരു ലീഡ് ഇവിടെ എടുക്കാൻ കഴിഞ്ഞത്. ഭൂരിപക്ഷം 10,000-ന് താഴെയായിരിക്കുമെന്ന അൻവറിന്റെ പ്രവചനം ഇടത് ക്യാമ്പുകളിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നും UDF 86 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും അൻവർ മുൻപേ തന്നെ പറഞ്ഞിരുന്നതാണ്. ചില മണ്ഡലങ്ങളിലെ നിലവിലെ ട്രെൻഡുകൾ ഈ അവകാശവാദത്തിന് ഒരു കൂടുതൽ ആക്കം പകരുന്നു എന്നത് തന്നെയാണ് വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. അതേസമയം ബേപ്പൂരിലും കടുത്ത പോരാട്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസിനെതിരെ അൻവർ നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. 13ാം റൗണ്ട് പിന്നിടുമ്പോൾ റിയാസ് ഏകദേശം 4000 വോട്ടിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അൻവർ 2ാം സ്ഥാനത്ത് തുടരുന്നത് മത്സരത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നത് തന്നെയാണ്. റിയാസ് തോറ്റാൽ തല മൊട്ടയടിക്കുമെന്നും അതുപോലെ തന്നെ അവിടെ SM സ്ട്രീറ്റിലൂടെ മൊട്ടയടിച്ച് നടക്കുമെന്ന അൻവറിന്റെ ആ വെല്ലുവിളി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. ഇതോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഒരു വ്യക്തമായ ട്വിസ്റ്റ് കൂടിയാണ് അവിടെ ലഭിച്ചത്. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നും UDF 100 കടന്നേക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫലം മുഴുവനായി തന്നെ പുറത്തു വരുമ്പോൾ ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഇനി കേരളം മുഴുവനായി തന്നെ ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ പൾസ് തനിക്ക് കൃത്യമായി അറിയാം എന്നതായിരുന്നു അൻവർ ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നത്. ഈ ഒരു വാചകം അദ്ദേഹം ആവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ പുതിയൊരു പ്രാധാന്യമാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഒരു സമയമാകുമ്പോഴേക്കും പയ്യന്നൂരിന്റെ മണ്ണിൽ പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് V കുഞ്ഞികൃഷ്ണൻ അവിടെ ജയിച്ചിരിക്കുകയാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിനെ തുടർന്ന് CPM പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണൻ വൻ വിജയമാണ് അവിടെ സ്വന്തമാക്കിയത്. കണ്ണൂരിലാകെ തന്നെ ഇടത് കോട്ടകൾ തകരുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ പിണറായി വിജയൻ, MV രാഘവനും PK ശ്രീമതിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മത്സരിച്ച് വിജയിച്ചിരുന്ന ഇടത് കോട്ടയായ പയ്യന്നൂർ മണ്ഡലമാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായ V കുഞ്ഞികൃഷ്ണൻ അവിടെ വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ധൻരാജ് രക്തസാക്ഷിയായി ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതിനുള്ള പ്രതികാരമായാണ് CPM ഇവിടെ ആ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് എന്നതും നേരത്തെ പുറത്തു വന്ന വാർത്തയാണ്. അതുപോലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയതായി തന്നെ കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്ന രീതിയിൽ MLA മധുസൂദനെതിരെയാണ് പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചതും. അതുപോലെ V കുഞ്ഞികൃഷ്ണന്റെ ഈ ഒരു വിജയം കനത്ത ആഘാതമാണ് കണ്ണൂർ പാർട്ടിക്ക് സൃഷ്ടിച്ചിരിക്കുന്നതും എന്നത് ഇവിടെ വലിയ രീതിയിൽ സംശയം എടുത്തു പറയേണ്ട ഒന്നായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.